നമസ്കാരം. പ്രകൃതിയോളം സുന്ദരമായൊരു കാഴ്ച വേറെയില്ല ഈ ഭൂമിയിൽ. പ്രകൃതി എത്ര മനോഹരം, ശാന്തം. മനോഹരമായൊരു കവിതയുടെ തുടക്കമാണിത്. പ്രകൃതിയിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനും പ്രകൃതി ഭംഗി ആസ്വദിക്കുവാനും പലപ്പോഴും മലയാളികൾ മറന്നുപോകുന്നു, സമയം കിട്ടാറില്ല, അല്ലെങ്കിൽ അതിനൊന്നും നമ്മൾ സംരക്ഷിക്കുന്നില്ല. എന്നാൽ അതിൽ നിന്നും ഏറെ വ്യത്യസ്തമായൊരു കാഴ്ചയാണ് CTV ന്യൂസിൻ്റെ വേറിട്ട കാഴ്ചകൾ ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. ചങ്ങനാശ്ശേരി ടൗണിലെ മധുമൂലയ്ക്ക് സമീപത്തായി ബൈപ്പാസിലേക്ക് പോകുന്ന വഴിയിൽ ഒരു 7 സെന്റ് ഫോറസ്റ്റ് ഉണ്ട്. നമ്മുടെ സാമുവൽ ജോർജ് എന്ന പ്രവാസി മലയാളി, അദ്ദേഹത്തിൻ്റെ വിളിപ്പേര് ബാബു അങ്കിൾ എന്നാണ്, നാട്ടുകാർ മുഴുവൻ അങ്ങനെയാണ് വിളിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കരവിരുതിൽ പ്രകൃതി ഇതേപോലെ ഇങ്ങനെ അനുഗ്രഹിച്ച് ചെയ്തിരിക്കുന്ന, പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് എല്ലാ കാഴ്ചകളും മനോഹരമായി ഇവിടെ ചെയ്തിരിക്കുന്നു. നെയിം ബോർഡുകളൊക്കെ വളരെ വ്യത്യസ്തമാണ്, ഏറെ മനോഹരമായ കാഴ്ചകൾ. അപ്പോൾ ആ കാഴ്ചകളുടെ അനുഭവങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവെക്കുകയാണ്. CTV ന്യൂസിൻ്റെ വേറിട്ട കാഴ്ചകളിലേക്ക് സ്വാഗതം. ഖമാ. ഒരു നാരങ്ങളമാണ്. അപ്പോൾ വേറിട്ട കാഴ്ചകളിലെ നമ്മുടെ അതിഥി സാമുവൽ ജോർജ് എന്ന നമ്മുടെ ബാബു അങ്കിളാണ് എന്നോടൊപ്പം ഉള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചങ്ങനാശ്ശേരി ടൗണിൽ മധുമൂലയിൽ നിന്ന് നേരെ ബൈപ്പാസിലേക്ക് ഇറങ്ങുന്ന വഴിയിലാണ് ഈ 7 സെന്റ് ഫോറസ്റ്റ്. വേറിട്ട കാഴ്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഒരു പരസ്യവാചകമൊന്നും അല്ല കേട്ടോ. അദ്ദേഹത്തിൻ്റെ ആ മനസ്സിലെ ഐഡിയ, സത്യനന്ദിക്കാട് സിനിമകളിലെ ചില ഗ്രാമങ്ങളൊക്കെ കാണൂലേ, അതിനേക്കാട്ടിലും മനോഹരമായി ഇവിടെ ഇങ്ങനെ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇതെല്ലാവരും കാണണം. അപ്പോൾ അതിൻ്റെ സൃഷ്ടാവാണ് എന്നോടൊപ്പം ഉള്ളത്. ഞങ്ങളെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. താങ്ക് യു. ശരിക്കും ഭയങ്കര ഒരു മനസ്സിന് കുളിർമ, ഒരു എനർജിയൊക്കെ തോന്നുന്നു. കാര്യം നമ്മൾ ഈ ടൗണിലേക്ക് ജീവിതമൊക്കെ വന്നിട്ട് പെട്ടെന്ന് നാട്ടുമ്പുറത്തേക്ക് ചെന്ന പോലെ. ഇങ്ങനെ ഒരു കൺസെപ്റ്റിന്റെ പിന്നിൽ എന്താണ് കാരണം എന്ന് പറഞ്ഞാൽ ഇത് പെട്ടെന്ന് ഉണ്ടായതോ അല്ലെങ്കിൽ ഞാൻ ആർട്ടിഫിഷ്യൽ ക്രിയേറ്റ് ചെയ്തതോ. ഞങ്ങൾ ബേസിക്കലി കൃഷിക്കാരുടെ ഒരു ഭവനമാണ്. എൻ്റെ ഫാദർ ഒരു വില്ലേജ് സൈഡിൽ നിന്നാണ്, തോനക്കാടെന്ന് പറയും. എൻ്റെ മദർ ചേപ്പാടെന്ന് പറയും. അതും ഒരു ടിപ്പിക്കൽ ഗ്രാമപ്രദേശമാണ്. അവിടെയാണ് എനിക്ക് ജീവിക്കാനുള്ള അവസരം കിട്ടിയത്. ഒരു 5 വയസ്സ് വരെ 6 വയസ്സിൽ അവിടെ ജീവിച്ചത്. അവിടെ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ഒരു അത്ഭുത സംഭവമായിരുന്ന ഒരു കാലത്താണ്, മനസ്സിലായോ? ആ സമയത്താണ് ഞാൻ എൻ്റെ ജീവിതം ആരംഭിക്കുന്നത്. എന്നാൽ കൃഷിയായിട്ട് ചേർന്ന് സൃഷ്ടികളെ അല്ല, മറ്റുള്ള ചെടികളും മറ്റുള്ളതൊക്കെ കണ്ട് ആസ്വദിച്ച് വളരാനുള്ള അവസരം കിട്ടി. ഞങ്ങളെ ജീവിച്ചിടത്ത് ധാരാളം പാമ്പും ചേരയും ഒക്കെ ഉണ്ടായിരുന്നു. ഒന്നും ആരും കടിച്ചിട്ടില്ല. കാരണം അത് കടിക്കില്ല. മനുഷ്യനെ കണ്ട് പേടിച്ചോടുന്ന ഒരു ജീവികാചാരങ്ങൾ. നമ്മളതിനെ ഓടിച്ചിട്ട് ഉപദ്രവിക്കുമ്പോഴാണ് കടിക്കുന്നത്. നമ്മുടെ വിചാരം ഇതൊക്കെ വിഷജന്തുക്കളല്ല. ഇല്ല, അത് ഓൺലി ഇറ്റ്സ് എ വെപ്പൺ ദേ ആർ യൂസിങ് ടു ഡിഫെൻഡ് ദംസെൽസ് ആക്ച്വലി. അതൊരു ഷൈ ആനിമല. അതിന് വഴിയുടെ ഇവിടെ തന്നെ വെള്ളം പറയുക പാമ്പ് ചേരും. ഇല്ല, വരില്ല. അത് അതിന്റെ വഴിക്ക് പൊക്കോളും. അതിനിപ്പോൾ ഉപദ്രവിക്കരുത്. അപ്പൊ ചെറുപ്പകാലത്തെ ആ കൃഷി രീതിയോടുള്ള അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ ആ ഒരു പ്രവർത്തനങ്ങളൊക്കെയാണ് താങ്കളെ കൺസെപ്റ്റിലേക്ക് കൊണ്ടുവന്നത്. അതെന്റെ ഉള്ളിലുണ്ടായിരുന്നു. അത് ഞാൻ ഇങ്ങനെ കുറേ ഗൾഫിൽ പോയി തിരിച്ചു വന്നു. ഞാൻ പ്രവാസി മലയാളിയാണ്. ഞാൻ 21 വർഷം അബുദാബി എയർപോർട്ടിൽ വർക്ക് ചെയ്തു. പിന്നെ ഒരു 5 വർഷം കുവൈറ്റിലുണ്ടായിരുന്നു. അങ്ങനെ പഠിച്ചു വളർന്ന് വലുതായിട്ട് വന്നു. തിരിച്ച് ഞാൻ ഇവിടെ വന്ന് സെറ്റിൽ ചെയ്തിരിക്കുന്നു. ഇതിപ്പോ എത്ര വർഷമായി ഇങ്ങനെ? ഇത് 10 വർഷമായി. 2016 ഞാൻ ചെറുതായിട്ട് ഇത് ആരംഭിക്കുന്നത്. ഈ ഭൂമി വെറും ഒരു 7 സെന്റ് സ്ഥലം ഒരു ബാരൻ ഡെസർട്ടായിരുന്നു. ഒരു പുല്ലുപോലും എടുക്കാത്ത ഒരു അബാൻഡഡ് പ്ലേസ് ആയിരുന്നു. അവിടെ ഇങ്ങനെ വന്ന് എന്തൊക്കെയോ ഇട്ട്, അതായത് ഫുഡ് വേസ്റ്റ് മറ്റൊക്കെ കൊണ്ട് കുഴിച്ചിട്ടും ഇതൊരു ഫെർട്ടൈൽ. ഇതിനിപ്പോൾ എന്ത് വിത്തിട്ടാലും ഇവിടെ മുളച്ചു വരും. ഇറ്റ്സ് ബിക്കം എ ഫെർട്ടൈൽ സോയിൽ ആക്ച്വലി.
ഇവിടെ എല്ലാ മരങ്ങളും ഉണ്ട്. ഇവിടെ ജാതിയുണ്ട്, ഇതാണ് ജാതി, അതിലാണ് വന്നിരിക്കുന്നത്. നെല്ലിയുണ്ട്, പിന്നെ റംബൂട്ടാനുണ്ട്, പിന്നെ അവിടെ പിന്നെ ലൂയി ഉണ്ട്. അപ്പൊ ശരിക്കും പേര് പോലെ തന്നെ 7 സെന്റ് ഫോറസ്റ്റ് തന്നെയാണല്ലേ? അതെ, ഫോറസ്റ്റ്. നമ്മൾ ഗാർഡൻ എടുക്കാന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ ട്രിം ചെയ്ത് ഇതെന്ന് പറഞ്ഞാൽ പ്രകൃതി അതിനനുസരിച്ച് ജീവിക്കാൻ അനുഭവിക്കുക, അതിൻ്റെ ആ സുഖം അനുഭവിക്കുക. അന്നേരം മനുഷ്യനും പ്രകൃതി ഒരുമിച്ച് ബ്ലെൻഡ് ചെയ്ത് ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത്. അത് ശരിക്കും ഈ ടൗണിന്റെ നടുക്ക് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് പറഞ്ഞാൽ അതിനൊരു ബിഗ് സല്യൂട്ട് പേരിൽ ഞങ്ങൾ ഇപ്പൊ മറ്റുള്ള കാഴ്ചകൾ. ഇപ്പൊ ട്രീ ഹൗസ് ആണിത്. ഇപ്പൊ ഇതിന്റെയൊക്കെ പിന്നെ എന്താണ് എന്തെങ്കിലും ട്രീ ഹൗസിന്റെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചെറുപ്പത്തിൽ ഞങ്ങൾ കൃഷിക്കാരെന്ന് പറഞ്ഞില്ലയോ, നെല്ലൊക്കെ കൊയ്ത് കൂട്ടിയിട്ടിട്ട് കഴിഞ്ഞിട്ട് ഇവിടെ കാവലിരിക്കാൻ വേണ്ടി ഒരു ട്രീ ഹൗസ് പണിയുമായിരുന്നു. ട്രീ ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറുവാഴ പണിയായിരുന്നു. അവിടെ കാത്തിരിക്കാൻ എൻ്റെ ഗ്രാൻഡ് ഫാദർ എൻ്റെ മുകളിൽ പോയി ഇരുന്ന് അവിടെ ഇരുന്നുകൊണ്ടാണ് കഞ്ഞിവെള്ളം കുടിക്കുകയും ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് കിട്ടി എന്തുകൊണ്ട് മാർഗം ശരിയാണ്. ഈ ഉത്ഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്യമൃഗങ്ങളിൽ രക്ഷപ്പെടാൻ വേണ്ടി ഉണ്ടാക്കിയിരുന്നൊരു കാരണം. അത് നമ്മുടെ തലമുറയ്ക്ക് അത് അറിഞ്ഞുകൂടാ. അതിന് ഇന്ന് നമ്മൾ റിസോർട്ടിൽ പോയിട്ട് കാശ് കൊടുത്ത് 5000 10,000 രൂപ കൊടുത്തിട്ട് മനുഷ്യൻ പഴമയിലേക്ക് തിരിച്ചു പോകാൻ ശ്രമിക്കുകയാണ്. അതേ പറ്റുള്ളൂ. അതെ, അതുകൊണ്ടാണ് ഞാൻ നാച്ചുറലായിട്ട് ഒരു ട്രീ ഹൗസ് ഉണ്ടാക്കി. മനോഹരമായ ട്രീ ഹൗസ് ആണ് കേട്ടോ. നമ്മുടെ ഭവനത്തിൽ തന്നെ എനിക്ക് 7 സെന്റ് ഭൂമിയിൽ എനിക്ക് 1 കിലോമീറ്റർ നടക്കാനുള്ള അവസരമുണ്ട്. അതായത് ഈ ഫുട്പാത്ത് ഇവിടുന്ന് തുടങ്ങി 20 പ്രാവശ്യം 1 കിലോമീറ്റർ ഉണ്ട്. അതിന്റെ 5 ടൈംസ് പറഞ്ഞാൽ 5 കിലോമീറ്റർ. എനിക്ക് പാമ്പിനെ, പട്ടിയെ, പൂച്ചയെ ഒന്നുമല്ല. പ്രകൃതി സുന്ദരമായ സ്ഥലത്ത് കാലത്ത് എനിക്ക് 5 കിലോമീറ്റർ നടക്കാനുള്ള പ്രൊവിഷൻ അവിടെ ചെയ്തിരിക്കുന്നത്. അത് ഞാൻ പ്രയോജനപ്പെടുത്തുന്നു. അതാണ് അതിന്റെ ഒരു ശരിക്കും നോക്കുന്ന എല്ലാം വിസ്മയ കാഴ്ചകളാണ് കേട്ടോ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വളവിൽ തിരിവിൽ സൂക്ഷിക്കുക. ഞാനും സൂക്ഷിച്ച് പോവാം. അതെ, ഇവിടെ അത് തന്നെയുള്ള അതുകൊണ്ട്. അതെ. ഞാൻ എപ്പോഴും പറയും, എൻ്റെ പ്രായം എന്തോ ആന്ന് പറയും, ഇനി വരട്ടെ, നാളെയാണ്. അല്ല, നാളെയല്ല, ഇന്നാണ്. എൻ്റെ മൈ ഫേവറേറ്റ് ഏജ് ഈസ് നൗ ആൻഡ് മൈ ഫേവറേറ്റ് പ്ലേസ് ഈസ് ഹിയർ. ഇനി വരാതിരിക്കുന്ന അല്ല നന്മ. ടുഡേ ഈസ് ദ ബെസ്റ്റ് ഡേ. അല്ല, ശരിക്കും ഓരോ ബോർഡുകൾക്ക് പിന്നിലും ഓരോ കഥകളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതെ. അടുത്ത കാഴ്ചയിലേക്ക് ഭാവങ്ങളെ, എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇവിടുത്തെ ബോർഡുകളാണ്. നമ്മൾ സാധാരണ കാണുന്ന ബോർഡുകളിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇവിടെ ചെരുപ്പുകൾ ഇടരുത്, അതല്ലെങ്കിൽ ഇവിടെ CCTV ക്യാമറകളുണ്ട്, ഇവിടെ മാലിന്യം നിക്ഷേപിക്കാം എന്നുള്ള വിചാരം വേണ്ട. ഇതിൻ്റെയൊക്കെ പിന്നിലൊരു വികാരം എന്താണ് ഇങ്ങനെ എഴുതാനുള്ള? തീർച്ചയായിട്ടും അത് കുറച്ചുകൂടെ മനസ്സിലെ ഉള്ളിലേക്ക് കടക്കും. ഇവിടെ മാലിന്യം നിക്ഷേപിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെ ഒരു ഇമ്പോസ് ചെയ്യുവാണ്. നമ്മൾക്ക് ഒരു ഇൻഷുറൻസ് തരുവാണ്. അതല്ല, കുറച്ചുകൂടി തന്മയത്തോട് പറയുന്നത് നിങ്ങൾ അങ്ങനെ ചെയ്യാതിരിക്കുക എന്ന് സ്നേഹത്തോടെ പ്രകടിപ്പിക്കുന്ന ഒരു രീതിയാണിത്. ശരി. ബസ് കാത്ത് ഇരിപ്പ് കേന്ദ്രം. അത് മനസ്സിലേക്കൊക്കെ ഇങ്ങനെ നമ്മുടെ സത്യനന്ദിക്കാട് സിനിമയിലെ ദൃശ്യങ്ങൾ പോലെയാണ് ഇവിടെ കേട്ടോ. അതെന്താ അങ്ങനെ ഒരു കൺസെപ്റ്റ്? നമ്മൾ എപ്പോഴും ബസ് കാത്തിരിപ്പ് കേന്ദ്രം. ഞങ്ങൾ ലോകത്തെല്ലാവരും, ഞാൻ അബുദാബി എയർപോർട്ടിൽ, കുവൈറ്റ് എയർപോർട്ടിൽ വർക്ക് ചെയ്തതാണ്. ഞങ്ങൾ ഏറ്റവും പ്രത്യേകത പറഞ്ഞാൽ സമയത്തിന് ഒത്തിരി ഇമ്പോർട്ടൻസ് ഉള്ള ഞങ്ങൾ OTP എന്ന് പറയും. OTP എന്ന് പറയും ഇക്കാലത്ത് വൺ ടൈം പാസ്വേഡ് അല്ല. അത് വേറെ. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ 1975 UK പോയി പഠിച്ച ആളാണ് ഏവിയേഷനിൽ. അവിടെ OTP എന്ന് പറഞ്ഞാൽ ഓൺ ടൈം പെർഫോമൻസാണ്. നമ്മൾ അദ്ദേഹം കണ്ടു 4 മണിക്ക് 4 മണിക്ക് വന്നു, 4 മണി 4 കഴിഞ്ഞ് 1 മിനിറ്റ് അല്ല വന്നത്. ആ 1 മിനിറ്റ് വലിയ ഇമ്പോർട്ടൻസാണ്. അത് ഓൺ ടൈം പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ വലിയ പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഞങ്ങൾ ഏവിയേഷനിൽ പഠിക്കുന്നത്, ഞങ്ങൾ UK പോയ സമയത്ത് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 450 പാസഞ്ചേഴ്സ് പോകുന്നു, ഒരു 747 പോകുന്നു. അത് 5 മിനിറ്റ്സ് ലേറ്റ് ആയി എത്ര മിനിറ്റ് ലേറ്റ് ആവും ഞങ്ങൾ ചോദിക്കും. ഞങ്ങളോട് ചോദിച്ചാൽ പറഞ്ഞാൽ 5 മിനിറ്റ്സ്, നോ 450 × 5. അത് 2000 മിനിറ്റ്സാണ് നഷ്ടപ്പെട്ടു പോയത്. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് അതിനുശേഷം അതിന് എനിക്ക് വളരെ സ്വാധീനിച്ചെന്ന് പറഞ്ഞാൽ നമ്മളൊരു വാക്ക് പറഞ്ഞു, നമ്മൾ പറഞ്ഞ ആ സമയത്തിന് വലിയ വിലപ്പെട്ടതാണ്. അതാണ് ഈ ബസ് ഇവിടെ ഞാൻ ബസ്സിൽ വരുന്ന സമയം 4 മണിക്ക് പറഞ്ഞാൽ 4, 4:30, 5, 5 മണി 6 മണിക്ക് വന്നെന്നിരിക്കും. അത് കാത്ത് ഇരിപ്പ് കേന്ദ്രമാണ്. അത് ശരി. അതെ, ശരിക്കും ഇതൊക്കെ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ, നമ്മുടെ നാട്ടുപ്രദേശങ്ങളൊക്കെ കാണുന്നതാണെങ്കിലും ഇതൊക്കെ നമ്മുടെ ടൗണുകളിലൊക്കെ ഇങ്ങനെ വെക്കണം. അതെ, നമ്മുടെ ആളുകളൊക്കെ ഇരിക്കുന്ന ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലൊക്കെ ബോറടിച്ചിരിക്കുന്ന ബസ് കാത്തിരിപ്പ് കേന്ദ്രം. അതുപോലെ ഒന്നാണ് ഇത് കണ്ടത്. നമ്മൾ ഗവൺമെന്റ് എല്ലായിടത്തും പറയും അപകട സാധ്യത ഇല്ല, അപകട സാധ്യത ഇല്ല. അവിടെ സാധാരണ അപകട സാധ്യതയുണ്ട്, സൂക്ഷിച്ചു പോകുക എന്നുള്ള. ഞാൻ ചോദിക്കുന്നത്, എന്തുകൊണ്ട് ഗവൺമെന്റ് അപകട സാധ്യതയുണ്ട്, സൂക്ഷിച്ചു പോകാമെന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അപകട സാധ്യത ഇല്ല, സന്തോഷമായി പോകാന്നൊരു ബോർഡില്ല? ഞാനിവിടെ അത് അപകട സാധ്യത ഇല്ല, എൻജോയ് വാക്കിംഗ് ഇൻ ദിസ് ഫോറസ്റ്റ്. എല്ലായിടത്തും നിയന്ത്രണ ബോർഡുകൾ മാത്രമേ. അതെ, എന്തൊരു പോസിറ്റീവാന്ന് പറഞ്ഞു. എന്തുകൊണ്ട് ഇങ്ങനെ ബോർഡില്ല? അപകട സാധ്യതയുള്ള റോഡ് ഉണ്ടെങ്കിൽ അപകട സാധ്യത ഇല്ലാത്ത റോഡൊന്നും കൊണ്ടുകൂടെ പറ. അതല്ലേ പറയുന്നത്. ഇവിടെ കണ്ടോ, എല്ലാ ബേർഡ്സിനും സംസാരിക്കാനുള്ള ഹോസ്റ്റലായിരിക്കും. ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫോർ ഫുഡ് ബേർഡ്സ് ഓഫ് എനി ഫെദർ. ഏത് തൂവുള്ള പക്ഷിക്കും, അതായത് ക്രിസ്ത്യാനിയോ മുസ്ലിമോ എന്ത് ജാതിക്കും ഭേദമന്യേ താമസിക്കാവുന്ന ഒരു വാർപ്പിടായത്. അത് ഇതിനെ കണ്ടുപഠിക്കുക, പക്ഷികളെ കണ്ടുപഠിക്കുക, പ്രകൃതിയെ കണ്ടുപഠിക്കുക. ഇതാണ് എൻ്റെ വന്നിരിക്കുന്ന സ്വാധീനം. വാണിംഗ്. എന്തിന്റെ വാണിംഗ് ആണെന്നല്ലേ?
അങ്ങളെ വാണിംഗ് എന്താണത്? ഇവിടെ ട്രീസ് ആൻഡ് പ്ലാന്റ്സ് ഹിയർ മേ കോസ് എക്സസീവ് ഹാപ്പിനെസ്. അതെന്താണെന്ന് ബാബുങ്ങളോട് ചോദിക്കും. ബാബുങ്ങളെ, കൂടുതൽ സന്തോഷം കിട്ടും, അതിന് ഞാൻ ഉത്തരവാദിയല്ല. എക്സസ് ആയിട്ട് സന്തോഷം കിട്ടാനുള്ള പോസിബിലിറ്റി അവിടെ ഉള്ളത്. അതൊരു കോമഡി ആയിട്ട് എഴുതി വെച്ചിരിക്കുന്നു. ഇവിടെ വരുന്നവർക്ക് ചിരിക്കാൻ കൂടെ അവസരം കൊടുത്തിരിക്കുന്നത്. അത് ഞാൻ ഉത്തരവാദിയല്ല എഴുതിയിരിക്കുന്നു. സോ അന്നേരം അതൊരു പോസിറ്റീവ് തോട്ട്സ് അറ്റ് ദ സെയിം ടൈം എനർജൈസിങ് ഓൾസോ. ശരി, ഇനി നമുക്ക് 3J കോട്ടേജിന്റെ വിശേഷങ്ങൾ. ഒരുപാട് കാഴ്ചകളുണ്ട്. അപ്പൊ 3J കോട്ടേജിന്റെ വിശേഷങ്ങൾ ബാബുങ്ങളെ എന്താണ്? 3J എന്ന് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾക്ക് 3 കൊച്ചുമക്കളാണ് ഉള്ളത്. അവരുടെ 3 പേരുടെയും പേര് സ്റ്റാർട്ട് ചെയ്യുന്നത് ജെ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് ആവശ്യമില്ലാതെ കച്ചറ കിടന്നൊരു സ്ഥലമാണ്. ഞാൻ ഈ 7 സെന്റിനകത്ത് എന്തിന് ഈ 1/2 സെന്റ് കളയുന്നത്? അവിടെ ഇങ്ങനെ കൺവേർട്ട് ചെയ്ത് മക്കളുടെ പേര് തന്നെ 3J കോട്ടേജ് വിട്ടു. ഇവിടെ പ്രത്യേക എൻട്രിയും അതും ഒക്കെ ഉണ്ട്. കുഞ്ഞുങ്ങൾക്ക് മോട്ടിവേഷന് വേണ്ടി ഇവിടെ ബെല്ലടിച്ചിട്ട് കയറുക, ഇവിടെ കയറി വരിക. ഇവിടെ അവർക്ക് ഇട്ടിരിക്കുന്ന മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെരുപ്പുകൾ പുറത്ത് ഇടണ്ട എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് ഇങ്ങനൊരു അന്തരീക്ഷമാണുള്ളത്. ഇവിടെ പ്രത്യേകിച്ച് വീണ്ടും പ്രകൃതിയെ സ്നേഹിക്കാൻ വേണ്ടി ഇവിടെ മരമുണ്ട്. ഇത് പണിതാൾ പറയും, സാറേ ഈ മരം വെട്ടാം. ഞാൻ പറയും മരം വെട്ടത്തില്ല, ശാഖ വെട്ടത്തില്ല, ഒരു ഇല പോലും പിച്ചത്തില്ല. മരം വെട്ടിയതിന്റെ കൈ വിട്ടു എന്ന് പറഞ്ഞു. അതെ, അന്ന് പറയും. പക്ഷേ മഴ പെയ്യുമ്പോൾ ഇതിലേക്കൂടെ വെള്ളം ഒലിച്ചൊലിച്ചൊലിച്ച് ഇതിലേ വന്ന് ഇതിന് വെള്ളം കിട്ടിക്കൊണ്ടിരിക്കും. ആ സമയത്ത് വിട്ടിരിക്കുന്നത് വലിയൊരു അനുഭവമാണ്. പാവങ്ങളെ, ഇവിടെ വ്യത്യസ്തമായ കുറെ ഒളിമ്പിക്സിന്റെ സംഭവങ്ങളൊക്കെ കാണുന്നു, ID കാർഡുകൾ, ടാഗുകളൊക്കെ കാണുന്നു. ഇതൊക്കെ എന്താണ്? ഓക്കെ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ ലയൺസ് ക്ലബ്ബ് ചങ്ങനാശ്ശേരിയിലെ ഒരു PRO ആയിട്ട് വന്ന കാലം മുതൽ നിയർലി 10 years. അന്നേരം അവിടുത്തെ പല കോൺഫറൻസുകളും മീറ്റിങ്ങുകളും മറ്റൊക്കെ അറ്റൻഡ് ചെയ്തതിൻ്റെത് കീപ്പ് ഇറ്റ് ആക്ച്വലി. എല്ലാ കാര്യം കളക്ട് ചെയ്ത് സാധാരണ ഇതെല്ലാം നമ്മൾ ആവശ്യം കഴിയും വലിച്ചെറിയ ചെയ്യുന്നത്. വേറെ ഞാൻ ഇവിടെ കീപ്പ് ചെയ്യുന്നത്. അതിൻ്റെ മക്കൾ നോക്കുമ്പോഴത്തേക്ക് അപ്പച്ച അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദർ സമയത്ത് he was a man who contributed significantly. ആ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് ഇവിടെ ഞാൻ ചെയ്തിരിക്കുന്നത്. പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏജിനെ നമ്മൾ ഒരിക്കലും സംസാരിക്കരുത്. ഞാൻ 2022 മാരത്തോൺ, ചങ്ങനാശ്ശേരി മാരത്തോൺ ടേക്ക് പാർട്ട് ചെയ്തു. അന്ന് കിട്ടിയ അന്നത്തെ ഫോട്ടോയും അന്ന് കിട്ടിയ മെഡലുമാണിത്. 3 കിലോമീറ്റർ ഓടി. വീണ്ടും 2022, 2023 ഓടി. 2024 വീണ്ടും ഓടി. ഐ വൺ എ മെഡൽ ആക്ച്വലി. 2025 ഇപ്പോൾ കഴിഞ്ഞ 3 ദിവസം മുമ്പ് ഓടി. അതിൻ്റെ മെഡൽ കിട്ടിയതാണ് ഇത് കാണുന്നത്. ഇതെൻ്റെ വൈഫാണ് നീന എനിക്ക് തരുന്ന മെഡൽ. അവിടെ ഒരു വോളണ്ടിയർ, അവിടുത്തെ ഒരു പ്രവർത്തകയാണ് എനിക്ക് നേരിട്ട് എൻ്റെ വൈഫ് തന്നെ മെഡൽ തരുന്ന ഒരു പടമാണ്. അല്ലെ, കൂടുമ്പോൾ ഇമ്പമുള്ളതാണല്ലോ കുടുംബം എന്ന് പറയുന്നത്. താങ്കളുടെ ഈ മനസ്സിൽ കുടുംബത്തെ കുറിച്ച് പറയൂ. തീർച്ചയായിട്ടും അത് എൻ്റെ സപ്പോർട്ട് മുഴുവൻ എൻ്റെ നീനയാണ്. ഷീ ഈസ് ഓൾസോ ഫ്രം ഒരു സെയിം ബാക്ക്ഗ്രൗണ്ടാണ് ഉള്ളത്. എന്നാൽ ഈ ഭാഗം ഞാൻ നോക്കുന്നു, വീടിൻ്റെ അപ്പുറത്തുള്ള ഗാർഡൻ, അവിടെ പച്ചക്കറി കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയാണ് വേറൊരു സംഭവം. അത് വേറെ രീതിയിലാണ്. അത് കടന്നു കഴിഞ്ഞാൽ ജീവിതത്തിൽ സുഖം അനുഭവിക്കാനും അതുപോലെ നല്ല പച്ചക്കറി കഴിക്കാനുമുള്ള ഒരു ശ്രമം അവിടെയാണ്. ഇവിടെ കുറച്ചുകൂടെ പീസ് ഓഫ് മൈൻഡ് കാര്യങ്ങൾ കിട്ടുന്ന ഒരു സ്ഥലം. ഇവിടെ ഓടി വന്നു കഴിഞ്ഞാൽ കുളത്തിൽ എന്നും ഞാനൊരു കുടം വെള്ളം നിറച്ച് വെക്കും. ഡ്രിങ്കിങ് വാട്ടർ എഴുതിയിട്ടുണ്ട്. ഞാൻ ഹിന്ദിയിൽ എഴുതിയിട്ടുണ്ട്. എനിക്ക് ഹിന്ദി ഭാഷ വലിയ ഇഷ്ടമുള്ള ആളാണ്. ശരി, അതാ ഞാൻ ഹിന്ദിയിലാണ് സംസാരിക്കാറുള്ളത്. ഞാൻ ഹിന്ദി കൂടുതൽ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ആളാണ്. ഞാൻ ഹിന്ദി ബൈബിളാണ് വായിക്കുന്നത്. മിസ്റ്റർ ബാബു, നിങ്ങൾ എൻ്റെ ഫോട്ടോ ഇവിടെ വെച്ചിരിക്കുന്നു. എനിക്ക് അനുകരിച്ചത് ശരിയായില്ല എങ്കിലും നസീർ, സത്യൻ്റെയൊക്കെ ഫോട്ടോ, ജയൻ്റെയൊക്കെ ഫോട്ടോ ഇവിടെ വെച്ചിരിക്കുന്നു. അങ്ങോട്ട് നമുക്ക് പോകാം. എന്താണ് ആ ഒരു ഓർമ്മകൾ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. മിസ്റ്റർ ബാബു, എന്താണ് ഈ കാണുന്നത്? നസീറിൻ്റെ പടം, ജയൻ്റെ പടം, അതേപോലെ തന്നെ മധുസാറിൻ്റെ പടം, അങ്ങനെ വ്യത്യസ്തമായ ഒരുപാട് പടങ്ങൾ. അപ്പോൾ ഇതെന്താണ്? ബാബുമോൻ എന്ന ഞാൻ TV-യിലൊക്കെ കണ്ടിട്ടുണ്ട് ചെറുപ്പകാലത്ത്. പറഞ്ഞോളൂ, എന്താണ് ഇതിനൊക്കെ പുറകില്? അതിൻ്റെതായ അർത്ഥം കൂടെ ഉണ്ട്. ഞങ്ങൾ കല്യാണം കഴിച്ചു കഴിഞ്ഞ് വന്ന വർഷം ഇവിടുത്തെ ചങ്ങനാശ്ശേരി തിയേറ്ററിൽ ആദ്യമായിട്ട് ഓടിയ പടമാണ്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം ആഫ്റ്റർ ദ ഫസ്റ്റ് നൈറ്റ് ഞങ്ങൾക്ക് കിട്ടിയ വലിയ അവസരമാണ് ഈ ഒരു ഫിലിമിൻ്റെ ഇത് കാണാനായിട്ട്. അഭിനയിലെ 4 ഷോ ഉണ്ടായിരുന്നു. എൻ്റെ ബാബുവിനത് എന്ന് നടന്നുള്ള എഴുതിയിട്ടുണ്ട്. 20th October 1975 ചങ്ങനാശ്ശേരിയിൽ ഉണ്ടായിരുന്ന ഒരു പടം. ഞങ്ങളൊന്നും ജനിച്ചിട്ടേ ഇല്ല. നിങ്ങൾ ജനിച്ചിട്ടില്ല. അതുപോലെ തന്നെയാണ് വേറെ ഓടയിൽ നിന്നാണ് അതിന് ചങ്ങനാശ്ശേരി ന്യൂ തിയേറ്റർ. അന്ന് ടാക്കീസ് എന്നാണ് പറയുന്നത്. പോപ്പുലർ തിയേറ്റർ. ഇപ്പോഴത്തെ നമ്മുടെ ധന്യ രമ്യ അല്ലേ? അതെ അതെ. അവിടെ ചെമ്മീൻ ഉണ്ടായിരുന്നു, ഇവിടെ ഉണ്ടായിരുന്നു. ഇത് ടാക്കീസ് അത് ചങ്ങനാശ്ശേരിയിലുള്ളതാണോ? അല്ല, ഇത് സ്ഥലം തിരുവാങ്കുളം. എൻ്റെ വൈഫ് തിരുവാങ്കുളത്ത്, എറണാകുളം തിരുവാങ്കുളം സ്ഥലത്താണ്. അവിടെ 4th November 1953 ചെമ്മീൻ ഉണ്ടായിരുന്നു. അതെടുത്ത് വെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഇത് ബഹറിലെ ഒരു തിയേറ്ററിലെ അനുഭവങ്ങൾ, പാളിച്ചകൾ. ഇതെൻ്റെ മരുമോൻ്റെ പേര് ജിജോ എന്നാണ്. അവിടെ അനുഭവങ്ങൾ, പാളിച്ചകൾ ബഹറിലെ ഖലീഫ തിയേറ്ററിൽ 27 December 1984 ഇങ്ങനെ ഫിലിം ഓടിയായിരുന്നു. അങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതാണ്. ഇതിൻ്റെ പുറകിൽ ഒരു റിയാലിറ്റി ഞങ്ങളുടെ ലൈഫിലുണ്ട്. അല്ലാതെ വെറും ഷോയ്ക്ക് കൊണ്ട് വെച്ചിരിക്കുന്നതല്ല. അതാണ് എൻ്റെ വ്യത്യാസം. എനിക്ക് ഇത്തിരി പാട്ട് പാടണം, നമുക്ക് അങ്ങോട്ട് പോകാം. പാട്ടിന് മുമ്പ് മറ്റൊരു വേറിട്ട സംഭവം എന്താണെങ്കിലേ ഇതിവിടെ കാണാനുള്ളത്? ഇത് ഞാൻ ബാംബു ഷെൽട്ടർ എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. കംപ്ലീറ്റ് ഒരു ബാംബു ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടാക്കി എടുത്തിരിക്കുന്ന ഒരു പ്രദേശമാണ്. ഇവിടെ പ്രത്യേകം ഞാൻ എഴുതിയിരിക്കുന്നത് ആദർശകൾ പുറത്തിടുക
എന്നുള്ള നിർബന്ധം ഈ വീട് ഇല്ല. സാധാരണ അതെടുത്ത് പുറത്ത് വെക്കണം. ഞങ്ങളിവിടെ അനുഭവിച്ചിരിക്കുന്നു. ഇവിടെ കയറുന്നത് ഒരു ബെല്ലടിച്ചാൽ കയറാൻ പറ്റും. നമ്മുടെ പഴയ കാലത്തെ ഒരു സൈക്കിൾ ബെല്ലാണ്. സൈക്കിൾ ബെല്ലായത്. അടിപൊളി. ഇവിടെ കൈ ഇടുന്ന സ്ഥലമാണെങ്കിൽ എങ്ങനെ കൈ ഇടണമെന്നുള്ളത് ഒരു 6 സ്റ്റെപ്പുകൾ വിവരിച്ചിട്ടുണ്ട്. നമ്മൾ ചുമ്മാ അത് കൈ ഇട്ടിട്ട് പോകും. അല്ല, കൈ ഇടുന്നതിൻ്റെ മെത്തേഡുണ്ട്. ആ കൈ ഇടേണ്ട പ്രൊസീജിയർ വിളിച്ച് കാണിച്ചിരിക്കുന്നുണ്ട്. ഇവിടെ ഇരിക്കുക, വായിക്കുക, പഠിക്കുക. ഇത് ചുമ്മാ ഇരിക്കുമ്പോൾ ഇവിടുത്തെ പ്രത്യേകത പറയുന്നത് നിശബ്ദ ലോകമാണ്. വഴിയിൽ പോകുന്ന വണ്ടികളോ ശബ്ദങ്ങളോ ഒന്നും ഇല്ലാത്ത കാരണം ഞാനിവിടെ ഇരുന്നുകൊണ്ട് വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ ഇരുന്നാണ് ഞാൻ പലതും എഴുതുന്നതും. പിന്നെ ശരി. അത്യാവശ്യം നമ്മൾ പാട്ടൊക്കെ എഴുതുന്ന ആളാണെന്ന് ഞാൻ അറിഞ്ഞല്ലോ. ഇതിനിടയ്ക്ക് ഇതൊക്കെ എപ്പോൾ സമയം കണ്ടെത്തുന്നു? ഞാൻ ഇതുണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു 10 വർഷത്തിന് മുമ്പ് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി. എൻ്റെ കോളർ ബോണ് ഒരു ഫ്രാക്ചർ ഉണ്ടായി. അന്നേരം വീട്ടിൽ തന്നെ ഇരിക്കേണ്ടി വന്നു. ആ സമയത്ത് ഞാൻ എൻ്റെ പേന എടുത്തിട്ട് എഴുതാൻ തുടങ്ങി. ഞാൻ മലയാളത്തിൽ അറിവില്ലാത്ത ഒരാളാണ്. ആ സമയത്ത് ഞാൻ യാദൃശ്യമായിട്ട് എഴുതാൻ തുടങ്ങി. ഒന്നും മനസ്സ് വിചാരിച്ചില്ല. അങ്ങനെ 16 ക്രിസ്ത്യൻ സോങ്സ് എഴുതി അത് റിലീസ് ചെയ്തു. അത് CD ആക്കി. അത് പലയിടത്തും അത് ഇതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ചങ്ങനാശ്ശേരി വലിയ പള്ളിയിലെ പെരുന്നാളിന് ഈ പാട്ട് അവിടുത്തെ പ്രൊസഷന് ഒരു വർഷം കംപ്ലീറ്റ് ഇതാണ് ഉപയോഗിച്ചത്. അത് ശരി. TV കൂടെ ചെലുക്കാൻ ശരി യാഹ്വേ ദാറ്റ് മീൻസ് ഗോഡ് എന്നുള്ള ഇത് എഴുതിയിരിക്കുന്നത് കുറച്ച് പ്രസിദ്ധരായ എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ. അതുപോലെ നമ്മൾ ഈ 3J കോട്ടേജിൽ ഞാൻ വന്നപ്പോൾ മനോഹരമായ ഫോട്ടോ ഇതൊന്ന് പരിചയപ്പെടുത്തണം. ഇവിടെയാണ് ഞാൻ ഇതിൻ്റെ ഒരു ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത് വി എൻജോയ്. ഞങ്ങൾ ഇത്രയും പേരും എൻജോയ് നേച്ചർ ഇൻസ്പയർഡ് ലിവിങ്. അതായത് പ്രകൃതിയോട് ചേർന്ന ജീവിതമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടം. ഇത് ഞാൻ വൈഫ് നീന, ഇത് ഞങ്ങളുടെ മോൻ ബിബിൻ അബുദാബി, ഇത് ബിബിൻ്റെ വൈഫ് മിനു അബുദാബി, അവരുടെ മകനാണ് ജൊഹാൻ അബുദാബി. ഇത് ഞങ്ങളുടെ മോള് ബിന്ദു, മോളുടെ ഹസ്ബൻഡ് ജിജോ, പിന്നെ മോക്ക് 2 കുഞ്ഞുങ്ങൾ ജൊഹാൻ, ജോണത്തൻ ആൻഡ് ജെനിഫർ. അവരിവിടെ വരുമ്പോഴും എപ്പോഴും ഇതിനെ ഇഷ്ടപ്പെടുന്നവരാണ്. എന്നാലും എല്ലാ വർഷവും ഞങ്ങൾ നെതർലാൻഡ്സിലും പോകും, അബുദാബിയിലും പോകും. അവരെല്ലാ വർഷം ഇങ്ങോട്ട് വരും. അതിനർത്ഥം വി ആർ കോൺസ്റ്റന്റ്ലി ലിവിങ് വിത്ത് ദം. അപ്പോൾ നമ്മുടെ ഫാമിലിയൊക്കെ പരിചയപ്പെട്ടപ്പോൾ നമുക്ക് മനോഹരമായ ഒരു പാട്ടിലേക്ക് പോകാം. വരൂ. കണ്ണെത്താ ദൂരത്ത് കയ്യെത്തേണം, കയ്യെത്താ ദൂരത്ത് ചെന്നെത്തേണം. പാടാൻ എനിക്കറിയില്ല കേട്ടോ. മനോഹരമായ വരികളാണ്, അത് മാത്രമേ എനിക്കറിയാം. പക്ഷെ എന്താണ് ഈ പാട്ട് ഇവിടെ അതിൻ്റെ വരികൾ എഴുതി വെക്കാനുള്ള ഒരു കാരണം? നമ്മൾ പലപ്പോഴും പാട്ട് കേട്ട് കൈയടിച്ചു അല്ലെങ്കിൽ റിലാക്സ് ചെയ്ത് വീട്ടിൽ ഇരുന്ന് അങ്ങ് ചെയ്യുന്നതാണ്. ഇതിൻ്റെ അർത്ഥം ഒന്ന് ഓർത്ത് ഇത്ര രണ്ട് അർത്ഥമുള്ള വേറെ വാക്കുകളില്ല. നമ്മൾ കണ്ണെത്താത്ത ദൂരത്ത് നമ്മൾ ചെന്നെത്തണം, കയ്യെത്താത്ത ദൂരത്ത് ചെന്നെത്തണം. ഇതുപോലൊരു ഞാൻ മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ എടുത്തിട്ടുള്ള ആളാണ്, കുറേ വർഷങ്ങളും എടുത്തിട്ടുണ്ട്. ഇത് എല്ലാം കൂടെ സംഭവിക്കുക ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് പരിധികളില്ല. സ്കൈ ഈസ് ദ ലിമിറ്റ് എന്ന് പറയും, പണ്ട് പറയും. ഇപ്പം സ്കൈ ഈസ് നോട്ട് ദ ലിമിറ്റ്. അത്രയും ഉയരാൻ നമുക്ക് സാധ്യതകളുണ്ടെന്നാണ് കാണിച്ചിരിക്കുന്നത്. മനസ്സിലായി? ഇതിപ്പോൾ എന്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്തു? മനസ്സുകൊണ്ട് ക്രിയേറ്റ് ചെയ്തു, കുട്ടിൻ്റെ പ്രാക്ടിക്കൽ. പിന്നെ വേറെ പ്രത്യേകത പറഞ്ഞാൽ പലരും വന്ന് എൻ്റെ ഒരു നെയ്ബർ, പേര് പറയത്തില്ല, നെയ്ബർ ഒന്ന് ചോദിച്ചു, സാറേ ഇത് കുറച്ച് രൂപ ചിലവാക്കിയല്ലോ, 19,000 രൂപയോ അതിന് കൂടുതൽ ചിലവാക്കിയല്ലോ. ആണോ? പ്രകൃതിയെ സ്നേഹിക്കാൻ പൈസ ഒരു പ്രശ്നമല്ല. ഞാൻ പറഞ്ഞു, എൻ്റെ സഹോദര, ഇത് ചിലവാക്കിയതല്ല, ഇത് ഇൻവെസ്റ്റ്മെൻറ്റാണ്. അതെന്താ അങ്ങനെ പറഞ്ഞു? ഞാൻ പറഞ്ഞു, നമ്മളൊക്കെ അദ്ദേഹം എല്ലാരിക്കാരനാണ്, കുറേ വർഷങ്ങളോളം മസ്കറ്റിലുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ പറഞ്ഞു ഇത് ഇൻവെസ്റ്റ്മെൻറ്റാണ്. നമ്മൾ ബാങ്കിൽ കൊണ്ട് പണം ഇടുന്നു, പലിശ എടുത്ത് അത് ഇൻവെസ്റ്റ്മെൻറ്റ്, ഷെയർ മാർക്കറ്റിൽ ഇടുന്നു, അത് ഇൻവെസ്റ്റ്മെൻറ്റ്, റിട്ടേൺ കിട്ടുന്നു. ഇവിടെ ഞാൻ ചിലവാക്കിയതല്ല, ഇതെൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റാണ്. എന്നിട്ട് എനിക്ക് റിട്ടേൺ കിട്ടുന്നുണ്ട്. എന്താ നമ്മൾ ഈ കിട്ടുന്ന? രാവിലെ ഞാൻ മൂന്നാർ പോകുന്നു, കുട്ടിക്കാനത്ത് പോകുന്നു, എനർജി കിട്ടും, ശുദ്ധമായ വായു കിട്ടും. ഞാൻ എല്ലാ ദിവസവും കുട്ടിക്കാനും മൂന്നാറും കൊട്ടാക്കലും യാത്ര പോകുന്നു. എല്ലാ ദിവസവും വാഗമണ്ണ, എല്ലാ ദിവസവും മൂന്നാറാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, മൂന്നാറിനേക്കാൾ സുന്ദരി ഞാനൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. അന്നേരം പുള്ളി പറഞ്ഞു ശരിയാ. നമ്മൾ ഒത്തിരി നേരം സംസാരിച്ചില്ലേ, നമുക്കൊരു നാരങ്ങാവെള്ളം കുടിക്കാം. വരും, ഒരു നാരങ്ങാവെള്ളം വന്നു. അതെ, ഞാൻ പുറത്തെ കടകളിലൊന്നുമല്ല പോയത്. ബാബുങ്ങളുടെ ഈ 7 സെന്റ് ഫോറസ്റ്റിൽ തന്നെ മനോഹരമായ ഒരു മാടക്കട എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ് സംഭവം. പഴയ വട്ടുസോഡ കണ്ടില്ലേ അങ്ങളെ? ഇതെന്താണ് ഇവിടെ ഒരു വ്യത്യസ്തമായ മാടക്കട. സ്ഥാപനത്തിന് മറ്റ് ശാഖകളില്ല, കട തുടങ്ങിയതേ ഉള്ളേ. കട ഒന്നും ചോദിക്കല്ലേ. പിന്നെ പാലപ്പം, ദോശ, ഇഡലി ഇതൊന്നും ഇവിടെ കിട്ടത്തില്ല, നാരങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതെന്താണ് ഇങ്ങനെ സംഭവം? ഇത് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും പറയും, പണ്ട് കാലത്ത് എൻ്റെ ചെറുപ്പകാലത്ത് മാടക്കട ഉണ്ടായിരുന്നു, അതുണ്ടായിരുന്നു, ഇതുണ്ടായിരുന്നു പറയും. കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകത്തില്ല. അന്നത്തെ മടക്കട ഞാൻ എൻ്റെ കൊച്ചുമക്കളോട് പറഞ്ഞു, വി ഹാവ് എ ഷോപ്പ് ഹിയർ. അവർ വിചാരിക്കുന്നത് സൂപ്പർ മാർക്കറ്റ്, ലുലുമാൾ അവരുടെ മനസ്സിൽ കിടക്കുന്നത്. കൊച്ചുമണത് അത് പണ്ടത്തെ ലുലുമാൾ ഇതായിരുന്നു. അന്ന് നടന്ന് ദൂരങ്ങൾ നടന്നു വന്ന് ഇവിടെ വന്നിട്ട് പഴം വാങ്ങിക്കുമായിരുന്നു, സോഡ വാങ്ങിക്കുമായിരുന്നു, മുറ്റ് വലുത് വാങ്ങിക്കുമായിരുന്നു, മുട്ടായി വാങ്ങിക്കുമായിരുന്നു. അത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് BDM. ഇത് കണ്ടോ, ഒരു കയർ കെട്ടിരിക്കുന്നു. കാർക്ക് നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കും. പണ്ട് തീപ്പെട്ടി എന്ന് പറയുന്ന ഒരു റെയർ തിങ് ആയിരുന്നു, ഒരു വളരെ കോമൺ അല്ലായിരുന്നു. ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് കണ്ടിട്ടുണ്ട്. ഇതുപോലെ ചെറിയ അന്ന് എങ്ങനെയാന്ന് പറഞ്ഞാൽ ഒരു തീപ്പെട്ടി എന്ന് പറഞ്ഞാൽ അതിന് വിലയുണ്ട്, അവർ കുറച്ച് കളയത്തില്ല. അന്ന് ഒരു വീഡിയോ സീട്ട് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ഇത് കത്തിച്ചിട്ട് ഊതിയിട്ട് ഇത് വലിക്കുമായിരുന്നു, എന്നിട്ട് ഇത് ഇട്ടേക്കും. ശരിക്കും
ഒരു സിനിമ ലൊക്കേഷൻ ആക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ്. കാര്യം എല്ലാ പ്രോപ്പർട്ടികളും പെർഫെക്റ്റായി ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ആ കയറിൻ്റെ അറ്റത്ത് ആ തീയുടെ ആ കറുപ്പ് പോലും വളരെ വളരെ മൈന്യൂട്ടായിട്ട് കാര്യങ്ങൾ പോലും ഭാവങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത വേറിട്ട കാഴ്ചയിലേക്ക് നമുക്ക് പോവാം. മൂന്നാറിനേക്കാൾ സുന്ദരിയാണ് ഞാൻ, 7 സെന്റ് ഫോറസ്റ്റ്. ഇത് അതിസുന്ദരിയാണ്. എന്താണ് ഇങ്ങനെ ഒരു വാചകത്തിൽ നമ്മൾ ചെയ്ത് പറഞ്ഞാൽ നാട്ടിൽ നിന്ന് പലരും ഫോറിൻ കൺട്രീസ് വരുന്ന സമയത്ത് മൂന്നാറിലോട്ടൊന്ന് പോകാം, കുട്ടിക്കാനത്തോട്ട് പോകാം, കൊടൈക്കനാലോട്ട് പോകാം. അന്നേരം അവിടെയാണ് മഹത്വം കാണുന്നത്. എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഒരു മൂന്നാർ ഉണ്ടാക്കാൻ പറ്റത്തില്ല? ഇതൊരു മൂന്നാറാണ്, ഒരു കുട്ടിക്കാനമാണ്, ഒരു കൊടൈക്കനാലാണ്. ഇവിടെ തന്നെ എല്ലാം ചെയ്യും. നമ്മുടെ അതെ അതെ, അത് ഒരു ഊട്ടിയാണ്. അതായത് ദൂരെ പോയി ആയിരങ്ങളും പതിനായിരങ്ങളും ചടക്കേണ്ട ആവശ്യമില്ല. ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അതിനാൽ രീതിക്ക് മൂന്നാറിന്റെ സുന്ദരി ഞാൻ എഴുതിയിരിക്കുന്നത്. ശരി, ഞാൻ മുമ്പേ പറഞ്ഞ ബസ് കാത്ത് കേന്ദ്രം സംഭവം എല്ലാം വേറിട്ട കാഴ്ചയാണ്. ഇത് പൊതുജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ കുട്ടികൾക്ക് കാണുന്നതിന് വേണ്ടിയുള്ള അവസരമുണ്ടോ? എപ്പോഴാണ് ഇവിടേക്ക് വരേണ്ടത്? ഞാനത് പെട്ടെന്ന് യേസ് പറയുമല്ല, എങ്കിലും എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇത് കുഞ്ഞുങ്ങൾ അടുത്തല്ല, എൻ്റെ മക്കളല്ല, എല്ലാവരും മക്കളാണ്, നമ്മുടെ മക്കളാണ്. അവർക്ക് ഒന്ന് കണ്ടിത് അനുഭവിക്കാനും അത് മനസ്സിലാക്കാനുള്ള അവസരം കൊടുക്കണം. ഞാനതിന് തയ്യാറാണ്. പുള്ളി ഇതെങ്കിൽ ഞങ്ങളെ ഒന്ന് നോട്ടിഫൈ ചെയ്യുക. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഒരു സമയം പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സ്കൂൾ കുട്ടികളോ ആർക്ക് വന്ന് കാണാനുള്ള അവസരമുണ്ട്. ശരിക്കും CTV ന്യൂസിൻ്റെ ഈ വേറിട്ട കാഴ്ചകൾ കാണുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കുടുംബത്തോടൊപ്പം അല്ലെങ്കിൽ കുട്ടികളോടൊപ്പം വന്ന് കാണുക. അതുപോലെ സ്കൂളിലെ കുട്ടികൾക്കൊക്കെ വന്ന് കണ്ടാൽ ആ പഴയ കാലഘട്ടം എന്താണെന്ന് ഇവിടെ ശരിക്കും റിയലായി ചെയ്തിരിക്കുകയാണ്. ശരിക്കും നമ്മൾ സിനിമാ സെറ്റോ കാര്യങ്ങളോ ഒന്നുമല്ല, റിയലായി അദ്ദേഹം അവിടെ ഈ പഴമൊക്കെ മുമ്പ് കണ്ട പഴങ്ങളൊക്കെ ഒറിജിനലാണ്, സോഡ അതിൻ്റെ പഴയ കാലഘട്ടത്തിലേക്ക് പോകുന്നു. അങ്ങനെ ഓരോന്നും ആ പഴമയുടെ പുതുമ അത് തന്നെയാണ് ഇവിടെ. അപ്പോൾ ഇനി നമുക്ക് ബസ് കാത്തിരിപ്പ് കേന്ദ്രം. അപ്പോൾ എന്താണ് ഇങ്ങനെ ഒരു സംഭവം? ശരിക്കും ഞാൻ ഇതാ കാരണം നമ്മൾ സാധാരണ ബസ് കാത്തിരിപ്പ് കേന്ദ്രം എല്ലായിടത്തും ചെയ്തിട്ടുണ്ട്. ഇന്നാടെ പണ്ട് ഉപയോഗിച്ച ബസ് കാത്തിരിക്കുന്നതാണ്. പക്ഷേ കാത്തിരിക്കുന്നതാണോ അതോ കാത്തിരിക്കുന്നതാണോ? ഇവിടെ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മുടെ ഗവൺമെൻറ് ബസ്സോ പ്രൈവറ്റ് ബസ്സോ സമയത്ത് വരുന്നുണ്ടോ? ഇല്ല. കാരണം ഞാൻ ലോകത്ത് പലയിടത്തും ചെയ്തിട്ടുണ്ട്. അവിടുത്തേന്ന് പറഞ്ഞാൽ +or-2 മിനിറ്റ്സ് ആണ്. യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളിലും ഞങ്ങൾ പോയിട്ടുണ്ട്. അവിടെ എന്ന് പറഞ്ഞാൽ നെതർലൻഡ്സ് പ്രത്യേകിച്ച് +or-2 മിനിറ്റ്സ്, അതിനപ്പുറം വ്യത്യാസമില്ല. അവിടെ സമയം വരിക, ഇലക്ട്രോണിക് ഡിസ്പ്ലേ അവിടെ 2:05 എന്ന് പറഞ്ഞാൽ 2:05, 2:07 പോയില്ല. പക്ഷെ ഇവിടെ ആണെങ്കിൽ അങ്ങനല്ല. ഇവിടെ ബസ് കാത്ത് കുത്തിയിരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് അത് ഇരിപ്പ് കേന്ദ്രമാക്കി മാറ്റിയിരിക്കുന്നത്. അതൊരു കോമിക് വേയിൽ എഴുതിയിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ശരി, ഞാനിപ്പോൾ നിൽക്കുന്നത് ചങ്ങനാശ്ശേരിയിലെ റെയിൽവേ സ്റ്റേഷനിലാണ് എന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് തോന്നുന്നുണ്ടാവാം. അല്ല, നമ്മുടെ പ്രിയപ്പെട്ട സാമുവൽ ജോർജ് എന്ന ബാബുങ്ങളുടെ 7 സെന്റ് ഫോറസ്റ്റിൻ്റെ എൻട്രി ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് തുടങ്ങുന്നത്. ഇവിടെ സംസാരം പ്രകൃതിയെക്കുറിച്ച് മാത്രം. പഴയ ഇതൊക്കെ എന്താണെങ്കിലും പഴയകാല പണ്ടത്തെ മൾട്ടിമിക്സും കാര്യങ്ങളും ഒക്കെയാണ് ആൾക്കാർക്കുള്ളത്. ബ്ലെൻഡർ, മൾട്ടിമിക്സ്, എയർ ഫ്രയർ, അങ്ങനെയല്ലായിരുന്നു. ഒരു കാലത്ത് ഇങ്ങനെയായിരുന്നു നമ്മൾ പുട്ടുപൊടി ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇങ്ങനെയായിരുന്നു ചമ്മന്തി ഉണ്ടാക്കി. ഇത് നമ്മുടെ ഒരലാണ്. ഇങ്ങനെയായിരുന്നു ചമ്മന്തി ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇതിലായിരുന്നു കഞ്ഞി വെച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഈ ഉപകരണങ്ങൾ നമ്മൾ ഉപയോഗിച്ചിരുന്നവരാണ് എന്ന് നമ്മളൊക്കെ എഴുതി വെച്ചാൽ പോരാ, കാണുന്ന കുഞ്ഞുങ്ങളോട്. അല്ല, കാര്യം ഇതിലൊക്കെ പാചകം ചെയ്യുമ്പോൾ ഈ അസുഖങ്ങളൊക്കെ വളരെ കുറവായിരുന്നു. ഇല്ലായിരുന്നു. അത് പ്രകൃതിയിൽ നിന്ന് എടുത്ത മണ്ണിൽ നിന്ന് എടുത്താണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അല്ല, കുട്ടികളൊക്കെ ചോദിക്കും വാട്ടച്ചട്ടി. അപ്പം ഇവിടെ സംസാരം പ്രകൃതിയെ കുറിച്ച് മാത്രം അല്ലേ? അതെ, അങ്ങനെ എഴുതിയിട്ടുണ്ട്. മറ്റു കാര്യങ്ങൾ സംസാരിക്കാൻ അനുവദിക്കാൻ എനിക്ക് തയ്യാറല്ല. അതാണ് വീട്ടിലൂണ്, അതല്ലേ നല്ലത്. എത്ര അർത്ഥവത്തായ ഈ കാലഘട്ടത്തിന് അനുയോജ്യമായ ഒരു വാചകമാണ്. അതെന്താണെങ്കിലേ ഞാൻ എഴുതാൻ കാരണം ഇപ്പോഴീ അടുത്ത കാലത്ത് ഒരു 5-6-7 വർഷത്തിന് മുമ്പ് തുടങ്ങിയാൽ ഞങ്ങൾ സംഭവമില്ലായിരുന്നു. ഇവിടെ നോക്കിയാൽ വീട്ടിലുണ്ടെന്ന്. പക്ഷേ വീട്ടിലല്ല ഉണ്ണുന്നത്. പലരുടെയും വീട്ടിൽ, പലരുടെ സ്ഥലത്ത്, പലയിടത്ത് പോയിരിക്കുന്നത്. അതുകൊണ്ട് ആ മെസ്സേജ് ഞാൻ ക്ലിയർ ചെയ്തു. നമ്മുടെ വീട്ടിൽ ഉണ്ണുന്നതാണ്. അവിടെ സംബന്ധി തൈരോ അല്ലെങ്കിൽ മറ്റു ചോദ്യം ധാരാളം മതി. വീട്ടിലൂണ് അതല്ലേ നല്ലത്. അതാണ് എൻ്റെ അടുത്ത് ഇവിടെ വരുന്നവരെ വിസിറ്റ് കഴിഞ്ഞ് നിങ്ങളുടെ വീട്ടിൽ തന്നെ പോയി ആഹാരം കഴിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്നേരം നമ്മുടെ വീടാണ് നമ്മുടെ മഹത്വം. നമ്മുടെ വീടിനോട് ചേർന്ന് നമ്മൾ നിൽക്കേണ്ടത്. നമ്മളെ വീടിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് മനോഹരമായൊരു ബൈബിൾ വചനം ഞാൻ കണ്ടു. നമുക്ക് അതിൻ്റെ അർത്ഥം കൂടി ഒന്ന് പറഞ്ഞു തരണം. വലിയ മനസ്സിനെ സ്പർശിക്കുന്ന, വലിയ രീതിയിൽ സ്പർശിക്കുന്ന ഒരു കാര്യമാണ്. നട്ടുച്ച നേരത്തെ കിണറിൻ്റെ തീരത്തെ വെള്ളത്തിനായി ഞാൻ കാത്തിരിപ്പു, ഒരു പാത്രം ദാഹജലം നീ എനിക്ക് നൽകൂ. എത്ര മഹത്തായ ഒരു ബൈബിൾ വാചകമാണ് അല്ലേ? അതെ അതെ. എന്താണ് അതിന്റെ പിന്നിലുള്ള ആ ഒരു ഇത് ബൈബിളിലെ ഒരു നറേഷനാണ്. ജീസസ് ഒരു സമയത്ത് ചെയ്ത ഒരു നറേഷന് അതൊരു കവിതയായിട്ട് പലരും എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ ആ കവിതയായിട്ട് അറിയത്തുള്ളൂ. ജീസസ് എന്ന് പറയുന്നത്, യേശു എന്ന് പറഞ്ഞ ഒരു യഹൂദനായിരുന്നു, ജൂ ആയിരുന്നു. അതായത് അപ്പർ ക്ലാസ് ഫാമിലിയിൽപ്പെട്ട ഒരാളായിരുന്നു. അന്നേരം അദ്ദേഹം നടന്നു വരുമ്പോൾ ദാഹിച്ചപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ഒരു കൊട്ടാരത്തിലോ അതുപോലുള്ള സ്ഥലങ്ങളിലോ പോയി വെള്ളം കുടിക്കാൻ വരുന്നു. പക്ഷേ അവിടെ ചെന്നപ്പോഴുണ്ട് സമരിറ്റ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു സ്ത്രീയെ കണ്ടത്. വളരെ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയാണ്. ദാഹിച്ചപ്പോഴത്തേക്ക് വെള്ളം ചോദിച്ചത് സാധാരണ
ജാതിയിൽ ഏറ്റവും താഴ്ന്ന ഒരു സ്ത്രീയോട് പറഞ്ഞു വെള്ളം കുടിക്കാൻ. അദ്ദേഹം കാണിച്ചത് ഒരു പാഠം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം മനുഷ്യരാണ്, ജാതിക്ക് അപ്പുറമായിട്ട് നമ്മൾ മനുഷ്യ കുലമാണ്. നിങ്ങൾക്ക് ജാതിക്ക് അപ്പോൾ എനിക്ക് ആഹാരം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത വീട്ടിൽ ചോദിക്കണം, മടിക്കേണ്ട ഒരു വെള്ളം, അവരുടെ വീട്ടിൽ പോയി വെള്ളം ചോദിക്കണം. അതൊരു നല്ല പാഠം നമുക്ക് കാണിച്ചു തരുന്നതായിട്ടാണ് ഞാനിത് മനസ്സിലാക്കുന്നത്. നമ്മളെല്ലാം ഒന്നാണ്, എല്ലാം വലിയ വലിയ അർത്ഥങ്ങളാണ്, വലിയ അർത്ഥം അതിനകത്തുള്ളത്. ഇവിടെ ഒത്തിരി മരങ്ങളുണ്ട്, ജാതിയുണ്ട്, വരലുണ്ട്, ഒത്തിരി മരങ്ങളുണ്ട്. ആഞ്ഞിലി, പ്ലാവ്, മാവ്, റംബുട്ടാൻ, ലൂവി എല്ലാം ഉണ്ട്. ഇതിൻ്റെ അടിയിൽ മണ്ണ് ഒന്ന് എക്സ്റേ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എല്ലാം വേരുകളുണ്ട്. ഈ വേരുകൾ ഇവിടെ വീഴുന്ന വെള്ളം എല്ലാം അവരവർ തന്നെ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം തന്നെ പ്ലാവിൻ്റെ ചവിട്ടിലെ വേര് ചെന്നിട്ട് വാഴയുടെ ചവിട്ടി ചെന്ന് കഴിഞ്ഞാൽ ഇത് എൻ്റെ സ്ഥലമെന്ന് പറയത്തില്ല. ഇവിടെ വെള്ളം വീഴുന്ന മഴവെള്ളം വീഴുമ്പോൾ അവരെല്ലാവരും തുല്യമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഞങ്ങളെ ചങ്ങനാശ്ശേരി മധുമൂല, അല്ലെ ചങ്ങനാശ്ശേരി ചങ്ങനാശ്ശേരി കുരിശുമൂട് കണ്ടുണ്ട്. ഈ സ്ഥലം എവിടെയാണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല എനിക്ക്. അത് ഞാൻ പറഞ്ഞു തരാം. ഞങ്ങളുടെ മോളിൽ നെതർലൻഡ്സാണ് അവരവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അവർ ഡച്ച് നാഷണൽസാണ്. അവർ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ പേര് ചങ്ങനാശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പേര് മാർബിൾ ദോഫ് എന്നാണ്. മാർബിൾ ദോഫിൽ അവിടെ ഒരു സൈൻ ബോർഡ് കണ്ടു. അവർ ഫെൽഡോവൻ, ഡോർപ്പ് എന്ന് പറഞ്ഞ വില്ലേജ് എന്നാണ്, വെൽക്കം ഇൻ എന്ന് പറഞ്ഞാൽ വെൽക്കം ടു എന്നാണ്. ഡച്ച് ഭാഷയിൽ വെൽക്കം ടു ഫെൽഡോവൻ വില്ലേജ് എന്ന് എഴുതിയിരിക്കുന്നു. അത് ഇവിടെ കൊണ്ടുവന്ന് കഴിയും. ഇതിൻ്റെ സുഖം എന്ന് പറഞ്ഞാൽ എൻ്റെ കൊച്ചുമക്കളുടെ ഇടയിൽ വന്ന് കഴിഞ്ഞിട്ട് വി ആർ ഇൻ നെതർലാൻഡ്സ് ഓർ ഇൻ ചങ്ങനാശ്ശേരി. അവർ സർപ്രൈസ് ആകുന്നു എൻ്റെ കൊച്ചുമക്കള്. ആ ഒരു എനർജൈസ് ചെയ്യാൻ വേണ്ടി എന്നെ അപ്പച്ചെന്ന് വിളിക്കുന്നത്. അപ്പച്ച യു ആർ ക്രിയേറ്റഡ് നെതർലാൻഡ്സ്. യെസ് ഐ ഹാവ് ഡൺ ഇറ്റ്, വി ക്യാൻ മേക്ക് ഇറ്റ്. പാവങ്ങളെ, നമുക്കൊരു സൈക്കിൾ സവാരിക്ക് പോയാലോ? ആയിക്കോട്ടെ. 7 സെന്റ് ഫോറസ്റ്റിൽ അതിനുള്ള സൗകര്യമുണ്ട്. ഇവിടെ അതിന് സൗകര്യമുണ്ട്, വന്നാട്ടെ. ഈ മുകളിൽ കാണുന്ന ഈ ബോർഡുകളൊക്കെ ഉണ്ടല്ലോ, സൈക്കിളൊക്കെ. പണ്ട് കാലത്ത് നമ്മളിപ്പോൾ കുട്ടികൾ ചെത്തി നടക്കുന്ന 2 വീലറൊന്നും ഇല്ലായിരുന്നു, അല്ലേ ഞങ്ങളെ? സൈക്കിളൊക്കെ വാടകയ്ക്ക്. സൈക്കിളിന് കേടുപാട് വരുത്തിയ 2 രൂപ, അന്നത്തെ 2 രൂപ എന്ന് പറഞ്ഞാൽ വലിയ തുകയാണ്. ആ ഓർമ്മകളിലേക്ക് പറയും, ഇതെന്താണ് ഇങ്ങനെ ഒരു? ഞാൻ എൻ്റെ ചെറുപ്പകാലത്തിൽ 50 പൈസയ്ക്കായിരുന്നു സൈക്കിൾ 1 മണിക്കൂറിലേക്ക്. അവിടെ ചെന്ന് കഴിഞ്ഞ് ഞാൻ പിഴവാതിൽ ചെല്ലുന്ന സമയത്ത് അവിടെ ചെന്ന് സമയം വെക്കും. 4 മണി 4 മണി എഴുതും. എന്നിട്ട് നമുക്ക് സൈക്കിൾ വാടകയ്ക്ക് എടുക്കും. 50 പൈസയാണ്. ആ 1 മണിക്കൂർ കൊണ്ട് എല്ലായിടത്തും കറങ്ങി ഓടി അണച്ച് തിരിച്ച് വന്നുകൊണ്ട് കൊടുക്കും. എന്നിട്ട് 50 പൈസ കൊടുക്കും. 50-ന് മുകളിലായി കഴിഞ്ഞാൽ പുള്ളിക്കാർ ഇഷ്ടമല്ല എങ്കിലും ചിലപ്പോൾ കണ്ണടച്ച് വരുമായിരുന്നു. അന്നേരം പറയും വേണ്ട എവിടെയെങ്കിലും അന്ന് ഈ ചെയിൻ കക്കി കഴിഞ്ഞാൽ ചവിട്ടും. അന്നേരം അതിന് കുറയും. അന്നേരം പുള്ളി പറയും എനിക്ക് 2 രൂപ വരെ ഞാൻ ഈടാക്കുന്നു. അന്ന് 2 രൂപയില്ല. അന്നത്തെ ഓർമ്മയാണ് നമ്മൾ ഇരിക്കുന്നത്. അത് മനുഷ്യൻ ഇന്നത്തെ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കണം. ആ 2 രൂപയുടെ വലിപ്പം 2 രൂപ ഒന്നും ഇല്ല. അതുകൊണ്ട് സൂക്ഷിച്ച് ചവിട്ടി തിരിച്ചു വരുമായിരുന്നു. യെസ്റ്റർഡേ വൺസ് അഗൈൻ മൊത്തം ഇതിന്റെ കൺസെപ്റ്റ് കഴിഞ്ഞു പോയ കാലങ്ങൾ ഒന്നുകൂടെ കാണിക്കുന്നു. അതാണ് യെസ്റ്റർഡേ വൺസ് അഗൈൻ എന്നുള്ള തീം കൊടുത്തിരിക്കുന്നത്. അതെടുത്ത് കാണിക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. എൻ്റെ ഹോൾ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഒരിക്കൽ കൂടെ കാണിച്ചു കൊടുക്കുക നമ്മുടെ കാലഘട്ടത്തിൽ. ഒരു വിജ്ഞാന കോശമാണ് എൻ്റെ കൂടെ നിൽക്കുന്നത്, എൻസൈക്ലോപീഡിയ. അപ്പോൾ സൈക്കിൾ സവാരിയുടെ വിശേഷങ്ങൾ കഴിഞ്ഞു. 2 മിനിറ്റ് തിരിക്കാം. വള്ളിപ്പടർപ്പിൻ ഇടയിൽ അല്ലേ? അതെ അതെ. മലരണിക്കാടുകൾ തിങ്ങി വിങ്ങിയ കവിതയൊക്കെ എനിക്ക് ഓർമ്മ വരികയാണ്. അതെ അതെ അതെ. അപ്പൊ ഇത് റിലാക്സേഷന് വേണ്ടിയുള്ള. അതെ അതെ. ഞാൻ രാവിലെ വന്നിരുന്ന് പത്രം വായിക്കാനായിട്ട് ഇവിടെ ഉപയോഗിക്കുന്നത്. കാരണം എന്ന് പറയുന്നത് ലോകത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് വായിക്കും. ഞാൻ കൂടുതലും ഞാൻ TV കാണാത്ത ഒരാളാണ്. ഞാൻ TV കാണത്തില്ല. എനിക്ക് തോന്നുന്നു ശരിക്കും പ്രോഗ്രാമിന്റെ പേര് വേറിട്ട കാഴ്ച എന്നുള്ള മാറ്റി ചങ്ങനാശ്ശേരിയിലെ വേറിട്ട മനുഷ്യൻ, ലെജൻഡായ മനുഷ്യൻ എന്നാക്കിയാൽ നിർത്താം. ഞാൻ ഇവിടെ പേപ്പർ വായിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന അനുഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സും എൻ്റെ ചിന്തകളും ആ രീതിയിലേക്ക് രൂപാന്തരപ്പെടും. അങ്ങനെ അതുകൊണ്ടൊക്കെ ആയിരിക്കണം എനിക്ക് ഇത്ര എഴുതാൻ സാധിച്ചത്. ശരിക്കും എത്ര ബുക്കുകൾ എഴുതിയിട്ടുണ്ട് പ്രകൃതിയെ കുറിച്ചൊക്കെ? ഞാൻ കുറച്ച് പദ്യങ്ങൾ കവിതകൾ എഴുതിയിട്ടുണ്ട്. ഞാൻ ചെറുതായിട്ട് പറഞ്ഞാൽ വല്ലപ്പോഴൊക്കെ എഴുതുന്ന ആളായിരുന്നു. ഞാൻ ബോംബെയിൽ വർക്ക് ചെയ്ത സമയം ഞാൻ 28 വർഷം അബുദാബി വർക്ക് ചെയ്തു. അതിനുശേഷം 5 വർഷം കുവൈറ്റ് വർക്ക് ചെയ്തു. അതിനാണ് ഞാൻ ഇടയ്ക്ക് ടൈംസ് ഓഫ് ഇന്ത്യയിൽ ലെറ്റർ ടു എഡിറ്റർ എഴുതുന്ന ഒരാളായിരുന്നു. അന്നേരം അങ്ങനെ ക്രിയേറ്റ് ചെയ്തായിരുന്നു. ആ ടാജ് അറ്റാക്ക് ചെയ്ത സമയത്ത് ആ രാത്രി ഇരുന്നിട്ട് ഞാൻ വേദനിച്ചിരുന്നുകൊണ്ട് അന്ന് തന്നെ ഞാൻ അന്ന് രാവിലെ തന്നെ ഞാൻ ഓഫീസിൽ പോകുന്ന സമയത്ത് പോകുന്ന വഴിക്ക് തന്നെ ഒരു കവിത എഴുതി. ടാജ് ഐ സോ ദെൻ, ഇംഗ്ലീഷിൽ എഴുതിയ ടാജ് ഐ സോ ദെൻ. അതിന് 1 വർഷം മുമ്പ് ഞങ്ങൾ താജ് ഹോട്ടലിൻ്റെ ഐഡിയ പറഞ്ഞു, ബോംബെ താജ് ഹോട്ടൽ. അവിടെ എൻ്റെ മോളെ ഞങ്ങൾ ഫാമിലിയോടെ പോയി കണ്ടു. അപ്പോൾ ഇറ്റ് സോ സർപ്രൈസിങ്. കണ്ടു വളരെ അന്ന് കണ്ട ആ ടാജിന് ഇങ്ങനൊരു അപകടം ഉണ്ടായല്ലോ എന്ന് എൻ്റെ മോൾ ചിന്തിച്ചതായിട്ട് ഞാൻ മനസ്സിൽ കണ്ടുകൊണ്ട് മോടെ ഭാവനയിൽ ഞാനൊന്ന് എഴുതി. ആ കവിത എഴുതി അത് കർക്കര എന്ന് പറഞ്ഞ ഒരാളാണ് എൻ്റെ സ്ക്വാഡ് ലീഡർ. ആ പുള്ളി വെടിയേറ്റാണ് മരിച്ചത്. എനിക്ക് നേരിട്ട് അറിയാൻ മേലെങ്കിൽ എൻ്റെ ചങ്കി കൊണ്ട് വെടിയായിരുന്നത്. അത് ഞാൻ എഴുതി ടൈംസ് ഓഫ് ഇന്ത്യക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ വാചകം. അതെന്താണെങ്കിൽ അതിൻ്റെ അർത്ഥം, അതെന്താണ് ഉദ്ദേശിക്കുന്നത്? ഞാനിതൊരു ഉദ്ദേശിക്കുന്നത്, ഞാൻ എഴുതിയിട്ടിരിക്കുന്നത് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഇത് മനസ്സിലാക്കണം. കുഞ്ഞുങ്ങൾ മാത്രമല്ല വലിയൊരു ചെയ്യണം. ദ ഫ്രോഗ് ഡസൻ ഡ്രിങ്ക് അപ്പ് ദ പോണ്ട് ഇൻ വിച്ച് ഇറ്റ് ലീവ്സ്. ഇതിനകത്തൊരു തവളയുണ്ട്. ആ തവള ഇതിനകത്ത് വെള്ളം കുടിച്ച് പറ്റിക്കത്തില്ല. അതിന് ആവശ്യമുള്ള കുടിക്കുന്നു. ബാക്കി വെള്ളം ഇതിനകത്ത് ധാരാളം മീനുണ്ട്, മറ്റു ജീവജാലങ്ങളുണ്ട്, അതിനുവേണ്ടി വിട്ടുകൊടുക്കുന്നു. മനുഷ്യൻ അങ്ങനെ ചെയ്യുമോ? ഇപ്പം നമ്മളെവിടെ നിൽക്കുന്ന ചോദ്യമാണത്. മനുഷ്യൻ അങ്ങനെ ചെയ്യുമോ? ഇപ്പം നമ്മളാണെങ്കിൽ നമ്മൾ കുടിക്കും, ആവശ്യത്തിൽ കൂടുതൽ നമ്മൾ വെള്ളം സ്റ്റോർ ചെയ്യും,
മക്കൾക്ക് കൊച്ചുമക്കൾക്ക് വരെ കുളത്തി കൊണ്ടുവരിക്കും. അതുകൊണ്ടുണ്ടാകുന്ന ദോഷം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റാതെ അത് ഉണങ്ങിപ്പോകുന്നു. അതിനാവശ്യമുള്ളത് മാത്രം കുടിക്കുന്നു. കാരണം പിറ്റേ ദിവസത്തേക്കുള്ള വെള്ളം അതിന് കിട്ടുമെന്ന് അതിന് ബോധ്യതയുണ്ട്. അതുകൊണ്ട് എന്താ ഫ്രോഗ് ഡസൻ ഡ്രിങ്ക് ഓഫ് ദ പോണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് വേണ്ടി മാത്രമുള്ളതല്ല ഇത്, മറ്റുള്ളവർക്ക് കൂടെ കൊടുക്കാൻ വേണ്ടിയുള്ളതാണ്. എന്നാൽ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്താണ് ജീവിക്കേണ്ടത് എന്നുള്ളൊരു സന്ദേശം അവിടെ ഉള്ളത്. ഞങ്ങളെ നമ്മൾ ട്രീ ഹൗസ് കണ്ടു. ഇത് മിനിയേച്ചർ അല്ല, നമുക്ക് കയറി നോക്കുന്നതിന് കുഴപ്പമില്ല. ട്രീ ഹൗസ് ആയത്. ശരി, ഇവിടെ 6 പേർക്ക് ഇരിക്കാവുന്ന, ഞങ്ങൾ നല്ല വെയിറ്റ് ഉള്ള ആളാണ്. നല്ല വെയിറ്റ് ഉണ്ട്, ഒരു സംശയമില്ല. 6 പേര് ഞങ്ങൾ കുഞ്ഞുങ്ങളൊക്കെ വന്നിരുന്ന് ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചുള്ള. അതിന് ഫാനുണ്ട്. നമ്മള് മൂന്നാറും മാട്ടുപ്പെട്ടിയിലും ഒന്നും പോകണ്ടെന്നേ, ഇങ്ങനെ പോന്നാ മതി. 7 സെന്റ് ഫോറസ്റ്റ്, ഒരു അടിപൊളി വൈബാണ്. അടിപൊളി വൈബ്, വെറൈറ്റിയാണ്. ചങ്ങനാശ്ശേരി ടൗണിൽ ശരിക്കും ഇങ്ങനെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. ഇതൊക്കെ നമുക്ക് സ്വപ്നങ്ങളിൽ മാത്രം കാണുന്ന, അല്ലെങ്കിൽ സിനിമകളിൽ മാത്രം കാണുന്ന കാഴ്ചകൾ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ടൂറിസ്റ്റ് പ്ലേസുകളിലൊക്കെ പോകുമ്പോൾ കാണുന്ന കാഴ്ചകളാണ്. പക്ഷെ അതൊക്കെ നേരത്തെ കണ്ടില്ലേ, പഴമയുടെ പുതുമ ഇവിടെ ശരിക്കും റിയലായി ചിത്രീകരിച്ചിരിക്കുകയാണ്. സിനിമ ഷൂട്ടിങ്ങുകൾക്കും സീരിയൽ ഷൂട്ടിങ്ങുകൾക്കും ഒക്കെ പറ്റിയ സ്ഥലമാണിത്. ശരി, എന്തായാലും ഇതൊക്കെ എല്ലാവരും കാണേണ്ട കാര്യമാണ്. ഇനി വൈഫിനെ കുറിച്ച് പറഞ്ഞു. വൈഫിൻ്റെ കൃഷി അത് വളരെ ഇതേപോലെ തന്നെ. അപ്പം നമുക്കതുകൂടെ ഒന്ന് കാണണം. ഈ ഫുട്പാത്തിൽ കൂടെ നടന്ന് ഞങ്ങൾ 1 കിലോമീറ്റർ ദിവസവും നടക്കാൻ വളരെ നിസ്സാര സംഭവമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അതാണ് സാധാരണ എല്ലാവരും ഓണത്തിന് ഊഞ്ഞാലിടുന്നത്. ഞങ്ങൾക്ക് എല്ലാ ദിവസവും ഊഞ്ഞാലാണ് ഇവിടെ ഉള്ളത്. അങ്ങനെയുള്ള ഒരു ഭാഗ്യം കിട്ടിയവരാണ് ഞങ്ങൾ രണ്ടുപേരും. എൻ്റെ പേര് ബാബു, ഇത് നീന. അപ്പോൾ നമ്മുടെ സാമുവൽ ജോർജ് എന്ന ബാബു അങ്കിളിൻ്റെ വാമഭാഗം നീന ചേച്ചിയാണ് എന്നോടൊപ്പം. ചേച്ചി നമസ്കാരമുണ്ടേ. നമസ്കാരം. വളരെ മനോഹരമാണ്, നമ്മളെല്ലാം കണ്ടു. വളരെ വെറൈറ്റിയാണ്. ബാബു അങ്കിളിൻ്റെ ഈ കല്യാണ സമയത്ത് ഇങ്ങനെയൊക്കെ ഒരു ആഗ്രഹം അദ്ദേഹം പറഞ്ഞിരുന്നോ? ഇങ്ങനെയുള്ള പ്രകൃതിയോട് എനിക്ക് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിരുന്നു. ചെറുപ്പം മുതലേ ഇതിനോടൊക്കെ വലിയ ഇഷ്ടമുള്ള കുടുംബം ഇമ്പമുള്ളതാണ് കുടുംബം. ചെറുപ്പം മുതലേ പേരൻസ് ഇങ്ങനെ ഗാർഡനിങ്ങും. അപ്പം ആന്റി ഗാർഡനിങ്ങിലാണ് ശ്രദ്ധിക്കുന്നത് കേട്ടോ. അല്ല, പച്ചക്കറി. പച്ചക്കറിയുണ്ട്, തോട്ടം, ഗാർഡനിങ് ഉണ്ട്. പിന്നെ എൻ്റെ പേരൻസ് ആണെങ്കിലും പലയിടത്തുനിന്ന് മാവുകള്, പല വെറൈറ്റി മാവുകള്, പല വെറൈറ്റി പ്ലാവ്, ഞാവല്, ഇതെല്ലാം കൊണ്ട് ഒരു ഞങ്ങൾ ഗ്രാമപ്രദേശത്താണ്. ശരി, ഞാനും ഗ്രാമത്തിൽ ജനിച്ച ആളാണ്. അത് കാരണം അവർക്ക് അതെല്ലാം ഉണ്ട്. കപ്പ, ചേന, അതെല്ലാം കൃഷിയുണ്ട്. പപ്പയാണെങ്കിലും എല്ലാ വെറൈറ്റി പപ്പയും മമ്മിയും കൂടെ ചെടികളെല്ലാം കൊണ്ടുവന്ന് വയ്ക്കും. പലയിടത്തുനിന്ന് കളക്ട് ചെയ്ത്. അന്നിങ്ങനെ നഴ്സറി ഒന്നുമില്ല, പിന്നെ കിട്ടുന്നിടത്തുനിന്നെല്ലാം കളക്ട് ചെയ്ത് നല്ലൊരു. ഇവിടെ ഏതൊക്കെ പച്ചക്കറിയാണ് ഉള്ളത്? ഞാൻ കാണിച്ചു തരാം. ശരി, അപ്പൊ നമുക്ക് ഇവിടെ ഏതൊക്കെ പച്ചക്കറികൾ ഉണ്ടെന്നാണ് ഞാൻ ചോദിച്ചത്. നമ്മൾ പച്ചക്കറി തോട്ടത്തിലാണ് നിൽക്കുന്നത്. അപ്പം ഇത് പയറുണ്ട്, ടൊമാറ്റോ ഉണ്ട്, പച്ചമുളകുണ്ട്, ചീരയൊക്കെ വെറൈറ്റി ചീരകളാണ് കേട്ടോ. ചീരകളുണ്ട്, പിന്നെ മുരിങ്ങയുണ്ട്. ഞങ്ങൾക്ക് കുറച്ച് സ്ഥലമുള്ളെങ്കിലും അവിടെ എല്ലാം ഞങ്ങൾ ഗ്രീൻ ബാഗിനകത്ത്, ഗ്രോ ബാഗിനകത്തെല്ലാം പച്ചക്കറി തൈകളെ നട്ടു. ഇതെന്താണിത്? ഇത് ഒരു വിസിറ്റേഴ്സ് ബുക്ക്. അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്നവര് അവരുടെ ആ അഭിപ്രായം എഴുതി വെക്കുക. പോസിറ്റീവ്, നെഗറ്റീവ്. കൂടുതൽ നെഗറ്റീവ് ഇഷ്ടപ്പെടുന്ന ആളാണ്. അത് നമുക്കെപ്പോഴും നെഗറ്റീവ് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ എവിടെയൊക്കെ കറക്റ്റ് ചെയ്യണം എന്നുള്ളത്. ഇതിന് 7 സെന്റ് ഫോറസ്റ്റ് വിസിറ്റേഴ്സ് ബുക്ക് എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. ശരി, ഇവിടെ വരുന്നവർക്കൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇവിടെ വരുന്നവരെന്ന് പറഞ്ഞാൽ ലോകത്തുള്ള എല്ലാ രാജ്യത്തിലെ ആളുകളുടെ വന്നിട്ടുണ്ട്. ഈജിപ്റ്റ്, ഇവിടെ ആദ്യം വിസിറ്റ് ചെയ്ത ഫ്രാൻസിൽ നിന്ന് ഒരാൾ വന്നു, പിന്നെ ചൈനയിൽ നിന്ന് ഒരു ലേഡി വന്നായിരുന്നു, അത് കഴിഞ്ഞ് സ്വീഡനിൽ നിന്ന് വന്നു, ഈജിപ്ഷ്യൻ ഒരാൾ വന്നു. അവർ ഇതെല്ലാം അവരുടെ ഭാഷ എഴുതിയിരിക്കുന്നത്, അവരുടെ നമ്മുടെ ഭാഷയല്ല. അങ്ങനെ പലരും എഴുതിയിട്ടുണ്ട്. അതിനുശേഷം ധാരാളം പേര് വന്നവരൊക്കെ കമൻറ്റുകളും മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ എഴുതി ലേറ്റസ്റ്റ് ഓരോ കാരണം മീഡിയ വില്ലേജുകാര്, പൊളിറ്റീഷ്യൻസ്, അച്ഛന്മാര്, ഒത്തിരി പേര് വന്ന് ഒരുപാട് പേര് വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അവരെ കൊണ്ടൊക്കെ ഞാൻ എഴുതിക്കും. എന്നാ പറയുക, ഇതൊരു മോട്ടിവേഷനാണ് എങ്ങനെയെന്നുള്ളത്. ധാരാളം പേരുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പോകുമ്പോൾ എന്തെങ്കിലും എഴുതുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. തീർച്ചയായും. എന്നാലും മനോഹരമായ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. എന്ത് എഴുതണം എന്നുള്ളതാണ് എനിക്കും ഒരു സംശയം. എന്തായാലും പ്രകൃതിയെ ഇത്ര മനോഹരമായി സൃഷ്ടിച്ച പ്രിയപ്പെട്ട ബാബു അങ്കിൾ, എല്ലാവിധ ആശംസകളും. താങ്ക് യു. വീണ്ടും നമുക്ക് മനോഹരമായ ഒരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം. പ്രിയപ്പെട്ട ബാബു അങ്കിളിനും, പ്രകൃതിയെ ഇത്രയേറെ സ്നേഹിക്കുന്ന ബാബു അങ്കിളിനും, ക്യാമറമാൻ എമിൽ മാർട്ടിനൊപ്പം സൈനിങ് ഓഫ്, ഷിയാദ്, ചങ്ങനാശ്ശേരി.